ആദരണീയനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PR രാജു, സ്വാഗതം ആശംസിച്ച സാം ഗോപകുമാർ, യുദ്ധവിരുദ്ധ പ്രമേയം അവതരിപ്പിച്ച സജയ് ഡെന്നിസ്, ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ V പ്രസാദ്, സാം ശ്രീകുമാർ, കൃതജ്ഞത അർപ്പിക്കുന്ന സർ ആനീസ് ജോർജ്, ഭഗത് സിംഗ് കേന്ദ്രത്തിൻ്റെ ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറത്തിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനീ കോളേജ് അധ്യാപകർക്ക് ചില സന്ദർഭങ്ങളിൽ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട്. പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരിക. അപ്പോൾ ആ ക്ലാസ് നമുക്കറിയാം, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഈ സാറന്മാർ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഉറങ്ങാം, കാരണം ഉറക്കം ഒരു മനുഷ്യാവകാശമാണ്. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നവർ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത്. ഇവിടെ ഈ മനോഹരമായ ഈ കായൽ തീരത്ത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് ഇരിക്കുമ്പോൾ ഉറക്കം വരാം. എൻ്റെ ഈ ശബ്ദത്തെ അതിവർത്തിച്ചുകൊണ്ട് ഉറങ്ങാൻ ധൈര്യമുള്ളവർക്ക് ഉറങ്ങാം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതിൽ. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതിമനോഹരമായ അതിഗംഭീരമായ വാചകങ്ങളാണ് ഈ നോട്ടീസിൽ എഴുതി വച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് മതിലിൽ എല്ലാ ദിവസവും വായിച്ചാൽ തന്നെ ഒരു രാഷ്ട്രീയമായ അവബോധം നമുക്കുണ്ടാകും. എനിക്കൊന്ന് വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം. യുദ്ധം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ നന്നായി അടയാളപ്പെടുത്തുന്നതാണ് ഈ വാക്കുകൾ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. യുദ്ധം അതൊരു വികാരമാവുകയും അത് രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും ചമത്കാരങ്ങളാവുകയും ചെയ്യുന്ന ഭയാനക ലോകത്താണ് നാം ജീവിക്കുന്നത്. കച്ചവട താൽപര്യാർത്ഥം സാമ്രാജ്യത്വം ഒരുക്കുന്ന യുദ്ധക്കെണികളെ തിരിച്ചറിയാതെ സമൂഹം കപട ദേശീയതാബോധത്തിൻ്റെയും ജാതി മത മായാവലയത്തിലും പെട്ട് പക്ഷം പിടിക്കുകയും കളിക്കളത്തിലെ മത്സരങ്ങൾ വീക്ഷിക്കുന്ന ലാഘവത്തോടെ ഉന്മാദം കൊള്ളുകയും ചെയ്യും. നമ്മളതൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് നിർബന്ധമായും വായിക്കുന്നത്. വീണ്ടും അത് അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്, യുദ്ധക്കെടുതികൾ അനുഭവിച്ചറിയുന്ന ജനതയുടെ വേദന ഉൾക്കൊള്ളാനാവാത്ത മരവിച്ച മനസ്സുകളായി സമൂഹം മാറുകയാണ്. ലോകം തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ നീങ്ങുമ്പോൾ മാനവരാശിയുടെ നന്മ കാക്ഷിക്കുന്നവർക്ക് നിശ്ചലമായി നിൽക്കുക അസാധ്യം. യുദ്ധത്തിനെതിരെ സമാധാനത്തിനായി മനുഷ്യ മനസാക്ഷി ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. ലോക സമാധാന പ്രസ്ഥാനം കരുത്താർജിക്കേണ്ടതായിട്ടും ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ വൃത്തിയായി വളരെ ഗംഭീരമായി ഈ വാചകങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് എഴുതിയ വ്യക്തിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗകനും ഈ പ്രമേയം അവതരിപ്പിച്ച സഖാവുമൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. അവയുടെ ഒരു ചെറിയ
എന്താണ് ഒന്ന് വിശദീകരിക്കൽ മാത്രമേ ഇനി എനിക്ക് ഉത്തരവാദിത്വമായിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൽ എല്ലാ ബാച്ചുകാരോടും ഞാൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാനൊരു അധ്യാപകനായതുകൊണ്ടല്ല, ഈ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുട്ടികളോടെല്ലാം നിരന്തരമായി ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: രാഷ്ട്രീയം ഇല്ലാത്ത ഒരിടം പ്രപഞ്ചത്തിൽ ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമില്ലാത്ത ഒരിടം പ്രപഞ്ചത്തിൽ ഉണ്ടോ? ഈ ചോദ്യത്തിന് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളോട് ഞാൻ വിദ്യാർത്ഥികളല്ലെങ്കിലും ആ ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരമുണ്ടെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം. കുട്ടികൾ പലതും പറയുന്നുണ്ട്. സാറേ, ശ്മശാനത്തിൽ രാഷ്ട്രീയമുണ്ടോ? വസ്ത്രത്തിൽ രാഷ്ട്രീയമുണ്ടോ? ശൂന്യാകാശത്തിൽ രാഷ്ട്രീയമുണ്ടോ? വെള്ളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മറ്റൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ അവിടെയെല്ലാം രാഷ്ട്രീയം ഉണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ. മരിച്ചു കിടക്കുന്ന ജഡത്തിന് പോലും മനുഷ്യാവകാശം ഉണ്ട്. മനുഷ്യാവകാശം ഒരു രാഷ്ട്രീയ അവകാശമാണ്. അന്തസ്സായി സംസ്കരിക്കപ്പെടുക എന്നത് ഒരു ശവശരീരത്തിൻ്റെ അവകാശമാണ്. ശൂന്യാകാശം ഇന്ന് ആയുധപ്പുരകളായി മാറുന്നു. ആഗോള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി ശൂന്യാകാശം മാറുന്നു. വെള്ളം ആര് കുടിക്കണം, അവർ എത്ര രൂപ കൊടുത്ത് കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. വായുവിൽ എത്രമാത്രം മലിനീകരണമുണ്ട്, മലിനീകരിക്കപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പുസ്തകങ്ങളിൽ, നമ്മുടെ വഴികളിൽ എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എങ്കിൽ അത് എന്നെ ഒന്ന് ബോധവൽക്കരിച്ചാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാനിത് പറയാൻ കാരണം, ഇവിടെ ഈ പ്രമേയങ്ങളിലും നോട്ടീസുകളിലുമെല്ലാം യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ യുദ്ധം സമം സാമ്രാജ്യത്വം എന്ന ഒരു ഇക്വേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, യുദ്ധവിരുദ്ധ സെമിനാർ എന്നല്ല വാസ്തവത്തിൽ പറയേണ്ടത്, സാമ്രാജ്യത്വ വിരുദ്ധ സെമിനാർ എന്നാണ്. കാരണം യുദ്ധങ്ങളെല്ലാം, നേരിട്ടും അല്ലാതെയുമുള്ള യുദ്ധങ്ങളും സൈക്കോളജിക്കൽ വാറും ആഖ്യാനങ്ങളും എല്ലാം യുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് ജർമ്മൻ യുദ്ധതന്ത്രജ്ഞനായ കാൾ വോൺ വോൾഫോവിറ്റ്സ്, 18-19 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ജർമ്മൻ യുദ്ധതന്ത്രജ്ഞനാണ് കാൾ വോൺ വോൾഫോവിറ്റ്സ് പറഞ്ഞത്, വാർ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ അതർ മീൻസ് എന്നാണ്. യുദ്ധം എന്നത് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ്. യുദ്ധം എന്നത് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഒരു തുടർച്ചയാണ്. മറ്റൊരു രീതിയിൽ യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറയാറുള്ളത് ഇങ്ങനെയാണ്: പീസ് ഈസ് എ പോസ് ബിറ്റ്വീൻ വാർസ്. സമാധാനം എന്നത് രണ്ട് യുദ്ധങ്ങളുടെ ഇടയ്ക്കുള്ള ഇടവേള മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവാം. സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ സമാധാനമാണ് ആവശ്യമെങ്കിൽ സമാധാനം, അതല്ല യുദ്ധമാണ് ആവശ്യമെങ്കിൽ യുദ്ധം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാൾ വോൺ വോൾഫോവിറ്റ്സ് പറഞ്ഞതുപോലെ യുദ്ധം എന്നത് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ രാഷ്ട്രീയമായ കാര്യം മാത്രമാണ് വോൾഫോവിറ്റ്സ് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് വളരെ കൃത്യമായി ലെനിൻ പറഞ്ഞിട്ടുണ്ട്. ലെനിൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിലാണ്. ഇമ്പീരിയലിസം, ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം,
സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ ഉന്നത ഘട്ടം എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുന്നു. കാൾ വോൺ വോൾഫോവിറ്റ്സ് യുദ്ധത്തെ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ്, മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ് എന്ന് പറഞ്ഞെങ്കിൽ, ലെനിൻ പറഞ്ഞു യുദ്ധം എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ്. മുതലാളിത്തം വളരുകയും അത് സാമ്രാജ്യത്വമായി മാറുകയും ചെയ്യുമ്പോൾ ആ സാമ്രാജ്യത്വം നിലനിൽക്കാനും ആ സാമ്രാജ്യത്വം വളരാനും ശക്തിപ്പെടാനും തീർച്ചയായും ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധം യുദ്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ട് എന്നാണ്. പോൾ കെനഡി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന പുസ്തകം. അദ്ദേഹം ഈ 16-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ, 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നത് വരെയുള്ള ലോകത്തെ ഏറ്റവും പ്രമുഖങ്ങളായിട്ടുള്ള മേധാവിത്വ ശക്തികളുടെ വളർച്ചയും പതനവും, ഒട്ടോമൻ എംപയർ, ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളുടെ എല്ലാം വളർച്ചയും തളർച്ചയും വ്യാഖ്യാനിക്കുന്ന പുസ്തകമാണ്. അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ മേധാവിത്വം തളരും, 21-ാം നൂറ്റാണ്ടിൽ തളരും എന്ന് പ്രവചിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ നാം എല്ലാം ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ പോൾ കെനഡിയെ പോലെയുള്ള ആളുകൾ ആഗ്രഹിച്ചതുപോലെ സാമ്രാജ്യത്വം, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം തളരുന്നില്ല. നമ്മുടെ മാർക്സിസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും, ക്ലാസിക്കൽ മാർക്സിസം, കാൾ മാർക്സ് പ്രവചിച്ചു സമ്പന്ന രാജ്യങ്ങളിൽ, മുതലാളിത്ത രാജ്യങ്ങളിൽ, വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളിൽ വിപ്ലവമുണ്ടാകും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ വിപ്ലവം മുതലാളിത്ത രാജ്യങ്ങളിലല്ല ഉണ്ടായത്. എന്തുകൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടായില്ല എന്ന ആലോചനയാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അന്റോണിയോ ഗ്രാംഷി നടത്തിയത്. അന്റോണിയോ ഗ്രാംഷി അതിനെക്കുറിച്ച് വളരെ ഗഹനമായി, ക്ലാസിക്കൽ മാർക്സിസത്തിൽ മാർക്സ് പറയുന്നത് പോലെ എന്തുകൊണ്ട് സമ്പന്ന മുതലാളിത്ത വ്യാവസായികമായി വളർന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടായില്ല എന്ന വിഷയം വളരെ ഗൗരവമായ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, സാധാരണഗതിയിലുള്ള ഫ്യൂഡലിസമോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥയോ തകർന്നതുപോലെ മുതലാളിത്തം തകരില്ല. തൊഴിലാളി വർഗം മാത്രം ശക്തി പ്രാപിച്ചതുകൊണ്ട് മുതലാളി വർഗം തകരില്ല. അത്രമാത്രം ശക്തമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ് മുതലാളിത്തം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ക്യാപിറ്റലിസം ഈസ് എൻട്രൻച്ച്ഡ് എന്നാണ്. അതായത് വളരെ ഈ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് മുതലാളിത്തം എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തളരില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നാൽ അതിനുള്ള പ്രതിവിധിയും അതിനുള്ള കാരണവും പ്രതിവിധിയും അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിൻ്റെ ജയിൽ ഡയറി കുറിപ്പുകളിൽ, പ്രിസൺ നോട്ട്ബുക്സിൽ എഴുതി വെച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, മുതലാളിത്തം ഇത്രമാത്രം ശക്തമായി ഉറച്ചു നിൽക്കാനുള്ള കാരണം മുതലാളിത്തം നിൽക്കുന്നത് കേവലമായ ഭരണകൂടത്തിൻ്റെ പിന്തുണയിലോ സമ്പത്തിൻ്റെ പിന്തുണയിലോ മാത്രമല്ല, മുതലാളിത്ത ഭരണവ്യവസ്ഥയ്ക്കനുസൃതമായി അവർ മനുഷ്യരുടെ ഇടയിൽ നിന്നും അവരുടെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ അതിനൊരു കൾച്ചറൽ ഹെജിമണി, സാംസ്കാരികമായ മേധാവിത്വം അവർ സ്ഥാപിച്ചെടുത്തതിന് ശേഷമാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയും. ആ കൾച്ചറൽ ഹെജിമണി, അല്ലെങ്കിൽ നോം ചോംസ്കിയൊക്കെ പറയുന്ന പോലെ ഈ മാനുഫാക്ചറിങ് കൺസെൻറ്റ്, മനുഷ്യരുടെ ഇടയിൽ അവരുടെ ഇടയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അവരുടെ കൊണ്ട് തന്നെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉന്തിയാൽ വീഴില്ല മുതലാളിത്തം. അതുകൊണ്ട് എന്ത് വേണം? വി ഹാവ് ടു ക്രിയേറ്റ് എ കൗണ്ടർ ഹെജിമണി എന്ന് പറയും അദ്ദേഹം. ഈ നിലനിൽക്കുന്ന കൾച്ചറൽ ഹെജിമണി, സാംസ്കാരികമായ മേധാവിത്വമാണ് ഈ മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉന്തിയാൽ വീഴില്ല. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു കൾച്ചറൽ ഹെജിമണി, ഈ കൗണ്ടർ കൾച്ചറൽ ഹെജിമണി നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയണം. അതിനെതിരായിട്ടുള്ള പ്രതിരോധപരമായ സാംസ്കാരിക മേധാവിത്വം തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്തു നിന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മുതലാളിത്ത വ്യവസ്ഥയെ തകർക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വളരെ ശക്തമായി പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തിനാണ് സാംസ്കാരിക മേധാവിത്വമുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യലിസത്തിനാണോ, കമ്മ്യൂണിസത്തിനാണോ, മതേതരത്വത്തിനാണോ സാംസ്കാരിക മേധാവിത്വമുള്ളത്?
അല്ല എന്ന് നമുക്കറിയാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെങ്കിലും നമുക്കറിയാം ഹൈന്ദവ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ എല്ലാ പുറകോട്ട് നടക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും വളരെ വലിയ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെ വാസ്തവത്തിൽ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നത്. കാരണം ഇന്ന് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇല്ല, യുദ്ധവിരുദ്ധ സെമിനാറുകളില്ല, യുദ്ധത്തെക്കുറിച്ച് ആളുകൾ ഗൗരവമായി ആലോചിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. കാരണം യുദ്ധം നമ്മുടെ ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ഇവിടെ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധം നമ്മെ സന്തോഷിപ്പിക്കുന്നു, യുദ്ധം നമ്മെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു യുദ്ധത്തെ. ചിലർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളവർ പറയും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ചിലർ പറയും ആക്രമിക്കേണ്ടതാണ്, ഇറാനെ ആക്രമിക്കേണ്ടതാണ് ഇസ്രായേൽ. പലസ്തീനെതിരായിട്ട് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ പറയും പലസ്തീൻ ഹമാസുകാർക്ക് ആക്രമണം അടികൊടുക്കേണ്ടതാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം വരുന്നത്? അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മരം മാത്രമേ കാണുന്നുള്ളൂ, കാട് കാണുന്നില്ല. ഈ യുദ്ധം എന്നുള്ളത് സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയാൽ മാത്രമേ യുദ്ധത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ കഴിയൂ. 1945 ശേഷമെങ്കിലും നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും ചരിത്രം നാം ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഈ യുദ്ധം എന്നുള്ളത് ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന്. ഇന്ന് നാം ആചരിക്കുന്നത് നാഗസാക്കിയിൽ നടത്തിയ ബോംബാക്രമണമാണ്. എന്തിനാണ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ആക്രമണം നടത്തിയത്? നമുക്കറിയാം യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവസാനിച്ച് തീരാറായി കഴിഞ്ഞ യുദ്ധത്തിലെ ഇത്രയും മാരകമായ മനുഷ്യരെ ഇല്ലാതാക്കുന്ന, നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മാരകായുധം പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ നാം ആലോചിക്കുമ്പോൾ, അതിൻ്റെ ഒരു പരിശോധന നാം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ, കേവലമായ ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന, ആക്സിസ് പവേഴ്സിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ അപ്പുറത്ത് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. നമ്മളൊന്ന് നോക്കൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആക്സിസ് പവേഴ്സിലെ പ്രധാനപ്പെട്ട 3 ശക്തികൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമായിരുന്നു. ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് യുദ്ധം തീർന്നു കഴിഞ്ഞു. ഏപ്രിൽ അവസാനമായപ്പോഴത്തേക്ക് ഏതാണ്ട് പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു. ജപ്പാൻ ഉൾപ്പെടെ തകർന്നു കഴിഞ്ഞു. ആണവാക്രമണം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 6-9 തീയതിയാണ്. നോക്കൂ, ഏപ്രിൽ മാസം 30-ാം തീയതി യുദ്ധം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ മാസം 30-ാം തീയതി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ മാസം 28-ാം തീയതി മുസോളിനിയെ ജനങ്ങൾ കയ്യോടെ പിടിച്ച് തല്ലിക്കും. രണ്ടും നടക്കുന്നത് ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം തന്നെ ജപ്പാൻ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അവർ ഈ മാധ്യസ്ഥ ചർച്ചകൾക്ക് അവരുടെ രാജാവിനെ ഉപദ്രവിക്കാതെ, രാജാവിൻ്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജപ്പാൻ ഓൾമോസ്റ്റ് കീഴടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു, ഏതാണ്ട് തീർന്നു, ആക്സിസ് പവേഴ്സ് പരാജയപ്പെട്ടു എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിനാശകാരിയായ 3 ലക്ഷത്തോളം ആളുകളെ നിമിഷം കൊണ്ട് കൊല്ലുകയും ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകളെ ഹിബാക്കുഷകൾ എന്ന് പറഞ്ഞ് ജീവിച്ച് മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചത്? അതിന് ചില കാരണങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ താല്പര്യങ്ങൾ? ഒന്ന്, ജപ്പാൻ പരാജയപ്പെട്ട് തീർന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട് മാൻഹാറ്റൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന $3 ബില്യൺ, അന്ന് 1945 $3 ബില്യൺ ചെലവഴിച്ചാണ് ഈ ആണവ ബോംബുകൾ സൃഷ്ടിച്ചത്. ആ ആണവ ബോംബുകൾ പ്രയോഗിക്കുക എന്ന സമ്മർദ്ദം, ആ ആണവ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, വളരെ മാരകമായ ബോംബ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. അന്നാണ് ഒന്നാമത്തെ കാര്യം. 2, റഷ്യ ഈ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ജപ്പാനിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന് ട്രൂമാന് വിവരം കിട്ടി.
റഷ്യ ജപ്പാനിലേക്ക് കടന്നു കയറിയാൽ റഷ്യയുടെ സ്വാധീന വലയത്തിലാവും ഏഷ്യൻ മേഖല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഏഷ്യൻ മേഖല അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും. അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ച് 6-ാം തീയതിയും 8-ാം തീയതിയും അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബാക്രമണം നടത്തിയത്. മൂന്നാമത്തേത് റഷ്യക്കുള്ള മുന്നറിയിപ്പായിരുന്നു. റഷ്യ അപ്പോൾ വലിയ ശക്തിയായി നിലനിൽക്കുന്നു. പക്ഷേ ആണവ ബോംബ് അവർ ഉണ്ടാക്കിയിട്ടില്ല. 1949-ലാണ് അണുബോംബ് റഷ്യ ഉണ്ടാക്കുന്നത്, സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബാക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നോക്കൂ, യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വം ശക്തി കാണിക്കുകയും ആ സാമ്രാജ്യത്വം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറയും, 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയും നീചമായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് മുകളിൽ, രക്തത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം. അമേരിക്കൻ സാമ്രാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1945 ഓഗസ്റ്റ് 6-നും 9-നുമാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുകൂടിയുണ്ട്. 2-ാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വിദേശകാര്യ വകുപ്പും സെൻറ്റർ ഫോർ ഫോറിൻ അഫയേഴ്സ്, ഫോറിൻ റിലേഷൻസ്, CFR എന്ന് പറയുന്ന ഏജൻസിയും കൂടി ഒരു ചർച്ച തുടങ്ങി. ഈ ലോകയുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. 1942 ആ ചർച്ചയുടെ ഫലമായി രൂപം കൊണ്ട ഒരു പേപ്പർ, ഒരു പോളിസി വന്നു. ഗ്രാൻഡ് ഏരിയ പോളിസി എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ് ഏരിയ പോളിസി. ആ ഗ്രാൻഡ് ഏരിയ പോളിസിയാണ് വാസ്തവത്തിൽ ഇന്നും അമേരിക്കയുടെ സാമ്രാജ്യത്വ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ്. എപ്രകാരം, എന്താണ് ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറഞ്ഞാൽ? അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഗ്രാൻഡ് ഏരിയ മേഖലകളുണ്ട്. അത് മാർക്കറ്റുകളുണ്ട്, അത് റിസോഴ്സസ് ഉണ്ട്, ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളരാൻ കഴിയൂ എന്ന് പറയുന്ന ആ ഗ്രാൻഡ് പോളിസി, ആ ഗ്രാൻഡ് ഏരിയ പോളിസി, ആ ഗ്രാൻഡ് ഏരിയ പോളിസിയാണ് ഇന്നും. അത് ഇൻഡോ പസഫിക് പോളിസി ആവട്ടെ, ക്വാഡ് ആവട്ടെ, നാറ്റോ ആവട്ടെ, അതുപോലെ തന്നെ മാഗ മൂവ്മെന്റ് ആവട്ടെ, ഇതിൻ്റെ എല്ലാം ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന 1942 അമേരിക്കൻ വിദേശകാര്യ വകുപ്പും സെന്റർ ഫോർ ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന തിങ്ക് ടാങ്കും ചേർന്ന് രൂപീകരിച്ച പദ്ധതി. ആ പദ്ധതിയിൽ അവർ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ അത് പിന്നാലെ നടപ്പിലാക്കിയത്. വെറുതെ ഒരു പോളിസി, അതൊരു പോളിസി മാത്രമാണ്, ബ്ലൂ പ്രിന്റ് മാത്രമാണ്. ആ ബ്ലൂ പ്രിന്റ് എപ്രകാരമാണ് പിന്നാലെ ലോകത്ത് നടപ്പിലാക്കിയത്? അത് നടപ്പിലാക്കുന്നതിന് 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ പദ്ധതി അവർ ആവിഷ്കരിച്ചു. എന്തൊക്കെയാണ് ആവിഷ്കരിച്ചത്? 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അവർ ഒരു അന്തർദേശീയ സംഘടന രൂപീകരിച്ചു, ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ റഷ്യക്ക് പങ്കുണ്ടായിരുന്നുവെങ്കിലും ആ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉദാരവാദ രാഷ്ട്രീയ ക്രമത്തിൻ്റെ രാഷ്ട്രീയ സ്ഥാപനമാണ്, അന്തർദേശീയ രാഷ്ട്രീയ സ്ഥാപനമാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ സ്ഥാപനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാരവാദ, അതായത് ലിബറൽ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന തരത്തിലുള്ള ചിന്താ പദ്ധതിയാണ് ലിബറൽ ആശയങ്ങൾ. ആ ആശയങ്ങളെ സഹായിക്കുന്ന, നിലനിർത്താൻ സഹായിക്കുന്ന ആഗോള രാഷ്ട്രീയ ക്രമമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അന്നും ഇന്നും നിലനിർത്തുന്നത്. ഒന്ന്, രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു. പിന്നെ അവരെന്ത് രൂപീകരിച്ചു? പിന്നെ അവർ ബ്രെട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. IMF സ്ഥാപിച്ചു, വേൾഡ് ബാങ്ക് സ്ഥാപിച്ചു, അന്ന് ഗാട്ട്, ഇപ്പോഴത്തെ WTO സ്ഥാപിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തികമായി ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ, ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ രൂപീകരിച്ച യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് പുറമെ ഈ സ്ഥാപനങ്ങളിലൂടെ മാത്രമേ ഈ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരം 3 സംഘടനകൾ രൂപീകരിച്ചത്, ബ്രെട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. 4ാമതൊരു സ്ഥാപനം അവർ രൂപീകരിച്ചു. ഈ 2 സ്ഥാപനങ്ങൾ മാത്രം പോരാ, നമ്മുടെ അമേരിക്കയുടെ ആഗോള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിന് കുറച്ചുകൂടി ശക്തമായ മറ്റൊരു സ്ഥാപനം വേണം. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സായുധ സൈനിക സംഘം രൂപീകരിച്ചു.
വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന പോളിസിയിൽ പറയുന്നത് പോലെ അതിനൊരു ഇക്കണോമിക് വിങ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ വിങ് ഉണ്ട്, ഒരു ജോഗ്രഫിക്കൽ വിങ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗോള ലോകക്രമം അമേരിക്ക സൃഷ്ടിച്ചു. അത് മാത്രമല്ല, അങ്ങനെ മാത്രം കൊണ്ടും ആഗോള ലോകക്രമത്തെ നിലനിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ മറ്റൊരു മേഖല കൂടി അവർ ഡെവലപ്പ് ചെയ്തു. അത് സംസ്കാരത്തിൻ്റെ മേഖലയാണ്. അത് പ്രധാനമായും മാധ്യമങ്ങളെയും കലയും സാഹിത്യവും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുക, പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും നറേറ്റീവ് സൃഷ്ടിക്കുക, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക. നമുക്കറിയാം, ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി 2000-ന് ശേഷം അവർ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇറാഖിനെ ഇല്ലാതാക്കണം. ഇറാഖിനെ ഇല്ലാതാക്കാൻ എന്ത് വേണം? വെറുതെ ഇറാഖിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല, വെറുതെ പട്ടാളത്തെ അയക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇറാഖിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഇറാഖിനെതിരായിട്ടുള്ള ഒരു ആഖ്യാനം ലോക രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കണം. ഇറാഖ് ലോക സമാധാനത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. അവിടെ ജനാധിപത്യമില്ല. ഭീകരനായ ഭരണാധികാരിയാണ്, ഭീകരതയെ പിന്തുണയ്ക്കുന്നയാളാണ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ആഖ്യാനം ലോകത്തൊട്ടാകെ സൃഷ്ടിക്കണം. അതിനുള്ള പ്രവർത്തനം 2000-ന് ശേഷം അൽ-ഖൈദ ആക്രമണത്തിന് ശേഷം അവർ ആക്രമിച്ചു. യാതൊരു റോളും അതുവരെ സദ്ദാം ഹുസൈന് അൽ-ഖൈദയുടെയും മറ്റ് പ്രവർത്തനങ്ങളിൽ ഇല്ല എന്ന് നിസ്സംശയം ലോകം അംഗീകരിച്ചതാണ്. പക്ഷേ ലോകത്ത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള, നമുക്കറിയാം, ഈ മാനുഫാക്ചറിംഗ് കൺസെന്റ് എന്ന പുസ്തകത്തിൽ നോം ചോംസ്കി പറയുന്നുണ്ട്, ലോകത്തെ വാർത്തകളുടെ 90% നിയന്ത്രിക്കുന്നത് അമേരിക്കയിൽ നിന്നിറങ്ങുന്ന അസോസിയേറ്റഡ് പ്രസ് ആണ്, ഫ്രാൻസിൽ നിന്നിറങ്ങുന്ന AFP ആണ്, ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന റോയിട്ടേഴ്സാണ്. ഈ 3 മാധ്യമങ്ങളാണ് ലോകത്തെ മുഴുവൻ പത്രങ്ങൾക്കും വാർത്തകൾ നൽകുന്ന 90% വാർത്തകൾ നൽകുന്ന ഏജൻസികൾ. ഇത് 3 ഈ 3 മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഇറാഖിലെ സദ്ദാം ഹുസൈനെതിരായി വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടു. ആ വ്യാപകമായ പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 അവിടെ ജനാധിപത്യമില്ല, മറ്റൊന്ന് ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരകായുധങ്ങൾ, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു ഇറാഖിൽ സദ്ദാം ഹുസൈൻ. ലോകമൊട്ടാകെ വിശ്വസിച്ചു. ഒരു പരിധിവരെ ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ടുപോലും വിശ്വസിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ വിശ്വസിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആക്രമണം നടത്തണമെങ്കിൽ ആ ആക്രമണം നടത്തുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്നത് ഈ 2ാമത്തെ മേഖലയാണ്. മാധ്യമങ്ങളും സംസ്കാരവും കലയും സാഹിത്യവും പത്രങ്ങളുമാണ്. ഞങ്ങളുടെ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഞങ്ങളൊരു പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയും. സെക്യൂരിറ്റൈസേഷൻ വളരെ ലളിതമായി പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്ത് ഒരു വീട്ടിലൊരു നായയുണ്ട്, ഒരു പട്ടിയുണ്ട്. നല്ല പട്ടിയാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ പട്ടിയോട് ശത്രുതയുണ്ട്, ആ പട്ടിയെ ഇല്ലാതാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അതിനെതിരായിട്ടുള്ള ഒരു ആഖ്യാനം സൃഷ്ടിച്ചാൽ മതി. ഈ പട്ടി പേപ്പട്ടിയാണ് എന്ന് നിങ്ങൾ പറയുകയും അത് ചുറ്റുമുള്ള സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്താൽ പിന്നെ ആ പട്ടിയെ കൊല്ലുന്നതിന് ഒരു നിയമവും ബാധകമല്ല. ഇപ്പോൾ നമുക്കൊരു പട്ടിയെ കൊല്ലാൻ കഴിയത്തില്ല. പക്ഷേ ആ പട്ടി പേപ്പട്ടിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പേപ്പട്ടി അല്ലെങ്കിൽ പോലും അതിനെ തല്ലിക്കൊല്ലാനായിട്ട് നമുക്ക് പറ്റും. ഇത് സെക്യൂരിറ്റൈസേഷനാണ്. ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ സിദ്ധാന്തമാണ് വാസ്തവത്തിൽ അമേരിക്ക ലോകമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ 2 വിങ്ങുകളുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്ന വേറൊരു സങ്കല്പനമുണ്ട്. അത് ഈ രാഷ്ട്രത്തിൻ്റെ 2 ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും. രാഷ്ട്രം നിലനിൽക്കുന്നത് 2 തൂണുകളിലാണ് എന്ന് പറയും. ഒന്നിനെ ഹാർഡ് പവർ എന്നും മറ്റൊന്നിനെ സോഫ്റ്റ് പവർ എന്നും പറയും. ഹാർഡ് പവർ എന്നും സോഫ്റ്റ് പവർ എന്നും പറയും. ഈ മാർക്സിസ്റ്റ് പദാവലികൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ അൽത്തൂസർ എന്ന് പറയുന്ന ലൂയി അൽത്തൂസർ എന്നുള്ള ഫ്രഞ്ച് ചിന്തകനുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി സമഗ്രമായി ഈ ഹാർഡ് പവറിനെയും സോഫ്റ്റ് പവറിനെയും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഹാർഡ് പവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ
പിന്നെ എന്താണ് സ്റ്റേറ്റിൻ്റെ രണ്ട് ഘടകങ്ങളെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയും. റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ മർദ്ദനോപകരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയും ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രത്തിൻ്റെ ഉപകരണം. ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ മർദ്ദനോപകരണം ഒരു തൂണും രാഷ്ട്രത്തിൻ്റെ ഈ പ്രത്യയശാസ്ത്രപരമായ തൂണും വേറൊന്നും. ഇങ്ങനെ ഈ രണ്ട് തൂണുകളിലാണ് രാഷ്ട്രമെന്ന് പറയുന്ന സ്ഥാപനത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ മർദ്ദനോപകരണത്തിനേക്കാൾ ഉപരി പ്രധാനം ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിനാണ്. എപ്പോഴാണോ ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് തകരുന്നത് അപ്പോൾ രാഷ്ട്രം തകരും. അതുകൊണ്ട് ഈ എല്ലാ ഭരണകൂടങ്ങളും അവരുടെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പിന്നെ BJP ഗവൺമെൻറ് വരുത്താൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ നോക്കിയാൽ മാത്രം മതി. ആ ഭരണകൂടത്തിനനുസൃതമായി ചരിത്രത്തെ മാറ്റുന്നു, പിന്നെ ഗണിതശാസ്ത്രത്തെ മാറ്റുന്നു, പിന്നെ ജീവശാസ്ത്രത്തെ മാറ്റുന്നു. അതായത് എല്ലാം ഇങ്ങനെയൊന്നും അല്ല, ഇത് യഥാർത്ഥത്തിലുള്ളത് മറ്റൊന്നാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ ഭരണകൂട സിദ്ധാന്തങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസത്തെയും കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും എല്ലാം മാറ്റുകയും ചരിത്രത്തെ തന്നെ പുതിയ ആഖ്യാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിലൂടെയാണ്. അതിലൂടെയാണ് പറയുന്നത് ഈ ടിപ്പു സുൽത്താൻ മോശക്കാരനായിരുന്നു, ഔറംഗസീബ് ഏറ്റവും വലിയ മോശക്കാരനായിരുന്നു, ഈ താജ്മഹൽ എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രം പുതുക്കി പണിതാണ്, ബാബറി മസ്ജിദ് അതിൻ്റെ കഥ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ ഉണ്ടായിരുന്നതല്ല ചരിത്രം, ഞങ്ങൾ പറയുന്നതാണ് ചരിത്രം എന്ന് പറഞ്ഞ് വരുത്തുന്നത് ഈ പറഞ്ഞ തരത്തിൽ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് അത് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉറപ്പിൽ ഈ പിന്നെ മർദ്ദനോപകരണങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഭരണകൂടത്തിന് നിൽക്കാൻ കഴിയും. അതുതന്നെയാണ് അന്റോണിയോ ഗ്രാംഷിയും പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഭരണകൂട മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ വിപ്ലവം നടത്തണം എന്ന് പറയും. അപ്പോൾ അതുപോലെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്ക വളരെ ബോധപൂർവം നടത്തിയ ഇടപെടലുകൾ ഈ ലോകത്തൊട്ടാകെ നടത്തിയത് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ്. ആ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കുന്നു, ബ്രെറ്റൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു, പിന്നെ നാറ്റോ സ്ഥാപിക്കുന്നു. അതിന് പുറമെ ഈ കൾച്ചറൽ ആസ്പെക്റ്റ് സംഘടിപ്പിക്കുന്നു. അതിനെ വളരെ മനോഹരമായി പിന്നെ വിവരിക്കുന്ന മറ്റൊരു പുസ്തകമുണ്ട്. മിഖായേൽ ഹാർട്ട് എന്നും അന്റോണിയോ നെഗ്രി എന്നും പറയുന്ന രണ്ട് എഴുത്തുകാരുണ്ട്. അവരുടെ ഒരു പുതിയ പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല, 2000 ഇറങ്ങിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് എംപയർ എന്നാണ്, സാമ്രാജ്യം. എങ്ങനെയാണ് അമേരിക്ക പോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഇന്നും ശക്തമായി നിലനിൽക്കുന്നത് എന്ന് അതിനകത്ത് അവർ പറയുന്നുണ്ട്. അവർ ഈ ആശയം തന്നെയാണ് പറയുന്നത്. അവർ ഈ രാഷ്ട്രീയമായ സംഘടനകൾ, ഈ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ ഈ ബ്രെറ്റൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, ഗാട്ട് എന്നുള്ളവ, അതുപോലെ തന്നെ നാറ്റോ എന്നുള്ളവയ്ക്ക് പുറമേ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിംഗ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ്, ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ളവ, ഇങ്ങനെയൊക്കെയുള്ളവയെല്ലാം കൂടെ ചേർത്ത്, മാധ്യമങ്ങൾ എല്ലാം കൂടെ ചേർത്താണ് ഈ സാമ്രാജ്യത്വം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ യുദ്ധത്തെ അപലപിക്കാത്തത്. ആ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ പോകാത്തത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ വാസ്തവത്തിൽ മരം മാത്രം കാണുന്നു, യുദ്ധം കാണുന്നില്ല, അല്ലെങ്കിൽ കാട് കാണുന്നില്ല. ജിയോർജിയോ അഗംബൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ചിന്തകനുണ്ട്, ജിയോർജിയോ അഗംബൻ. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സങ്കല്പനമുണ്ട്, കോണ്ടംപററിനെസ് എന്നാ പറയുന്നത്. കോണ്ടംപററിനെസ്, സമകാലികത എന്ന് നമുക്ക് മലയാളത്തിൽ തന്നെ തർജ്ജമ ചെയ്യാം. കോണ്ടംപററിനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമകാലികത, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ സമകാലികതയുടെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ സമകാലികത അല്ലെങ്കിൽ കോണ്ടംപററിനെസ്, യഥാർത്ഥ കോണ്ടംപററിനെസ് ആകുന്നത് എപ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ സമകാലികർ ആകുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് ചില ഡാർക്ക് ഏരിയാസ് ഉണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ, നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ കാണാത്ത ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തുകയും ഈ മറഞ്ഞിരിക്കുന്നവയെ കണ്ടെത്തുകയും ചെയ്യുകയും അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിൽ കോണ്ടംപററിയൻസ് എന്ന് പറയാൻ കഴിയുക. നമ്മൾ കോണ്ടംപററിനെസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്നു.
ഇപ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് യുദ്ധത്തെ പ്രതിരോധിക്കാത്തത്? നമ്മൾ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണോ നമ്മൾ പ്രതിരോധിക്കാത്തത് അല്ലെങ്കിൽ പ്രതികരിക്കാത്തത്? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 61,250 പലസ്തീൻകാരെ കൊന്നിരിക്കുന്നു ഇസ്രായേൽ. വംശഹത്യ എന്ന് ഈ പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണ്, ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയാത്ത ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഏജൻസി ഉണ്ടോ ലോകത്തിപ്പോ? ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, ഐക്യരാഷ്ട്ര സംഘടന, മനുഷ്യാവകാശ സംഘടന പറഞ്ഞു, ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു, ലോകത്തുള്ള എല്ലാ സംഘടനകളും, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പറഞ്ഞു, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു. അങ്ങനെ ലോകത്തുള്ള എല്ലാ അന്തർദേശീയ സ്ഥാപനങ്ങളും മനുഷ്യാവകാശങ്ങളുമായി നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പറഞ്ഞു ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വംശഹത്യയാണ് എന്ന് പറയുകയും വംശഹത്യയേക്കാൾ ക്രൂരമായ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? അവിടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം, ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ള സംവിധാനം നിർത്തിക്കൊണ്ട് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപീകരിച്ചു. എന്തിനാണ് രൂപീകരിച്ചത്? ആ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ട് അവർ ഭക്ഷണം കൊണ്ടുവരികയും ആ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമൂഹം, സ്ത്രീകളും കുട്ടികളും ഈ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് GHF എന്ന് പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിന്റെ ഭക്ഷണം കൊടുക്കുന്ന ഇടത്തിലേക്ക് എത്തുമ്പോൾ മിസൈലുകളും തോക്കുകളും ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. വെടിവെച്ച് കൊല്ലുകയാണ്. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് നിരാലംബരായ, നിരായുധരായ, പട്ടിണി കിടക്കുന്ന പാവങ്ങളെ. 90% ആളുകൾ ഇന്ന് പട്ടിണി മൂലം മരിക്കാൻ കിടക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടിണിയെ ആയുധമാക്കുന്നു, ഭക്ഷണത്തെ ആയുധമാക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്നു. ഇത്രയും ദാരുണമായ സംഭവം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടും നമ്മളെന്താ പ്രതികരിക്കാത്തത്? പലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് പ്രതികരണം നടത്തുന്നു? വംശഹത്യ നമ്മുടെ സമൂഹത്തിൻ്റെ ആധുനിക 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു വംശഹത്യ വേറെ എവിടെ നടന്നിട്ടുണ്ട്? നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ. പ്രതികരിക്കാത്തത് എന്താണ്? പ്രതികരിക്കാത്തത് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടും ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ നോക്കൂ, വളരെ ചെറുതായിട്ട് 2-3 സംഭവങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരാം. 1945 അമേരിക്ക അവരുടെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ മേധാവിത്വത്തിലേക്ക് വരുന്നു. ആ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ തിങ്ക് ടാങ്ക് രൂപീകരിച്ച ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന പോളിസി അതവരുടെ ബ്ലൂ പ്രിന്റാണ്. ആ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞു, നമുക്കെതിരായി നിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം, നമുക്ക് ആവശ്യമുള്ള സോഴ്സസ്, വിഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് നമ്മൾ കൈവശപ്പെടുത്തണം, ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക്, പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ വ്യാപിപ്പിക്കാമോ അതെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ ഇനിയുള്ള നൂറ്റാണ്ടിൽ നമ്മുടെ ശക്തി വളർത്താൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി. അത് ലെനിനൊന്നും പറഞ്ഞല്ല, ലെനിനോ മാർക്സിസ്റ്റുകളോ ഒന്നും പറഞ്ഞല്ല, അമേരിക്കക്കാർ തന്നെ അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അവരെന്താ ചെയ്തത്? 1950 തന്നെ കൊറിയക്കെതിരായി ആക്രമണം നടത്തിക്കൊണ്ട് അവരുടെ ഗ്രാൻഡ് സ്ട്രാറ്റജി തുടങ്ങി. 1953 പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോ നമ്മൾ തൊട്ട് മുമ്പ് ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ ഗൗരവമായി ലോകം ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായത്? അതിലേക്ക് ഞാൻ പിന്നെ വരാം. അതിൻ്റെ വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള കാരണം സൃഷ്ടിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. എങ്ങനെയാണ്? 1951 മുഹമ്മദ് മൊസാദഖ് എന്ന് പറയുന്ന ഒരാൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു ഇറാനിൽ. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, അവിടുത്തെ എണ്ണ മുഴുവൻ ബ്രിട്ടീഷ് സ്വകാര്യ കമ്പനികൾ ചോർത്തിയെടുത്ത് കൊണ്ടുപോയി കൊള്ളലാഭം കൊയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് മൊസാദഖ്, ആ രാജ്യത്തോട് സ്നേഹമുള്ള, ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന മുഹമ്മദ് മൊസാദഖ് ആ എണ്ണ കമ്പനികളെ മുഴുക്കെ ദേശസാൽക്കരിച്ചു. ബ്രിട്ടന്റെ ആധിപത്യത്തിൽ നിൽക്കുന്ന എണ്ണ കമ്പനികളെ മുഴുക്കെ ദേശസാൽക്കരിച്ച ഉടൻ തന്നെ ബ്രിട്ടീഷ് MI6 എന്ന് പറയുന്ന ചാര സംഘടന CIA സമീപിച്ചു. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയത്തില്ല, നമ്മുടെ ഈ ചൂഷണം ചെയ്യാനുള്ള അവകാശം, അതായത് മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യാനുള്ളത് നമ്മുടെ ജന്മാവകാശമാണ് എന്ന് പറയുന്ന ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് മുഹമ്മദ് മൊസാദഖിനെ 1953 അട്ടിമറിച്ചു.
അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനാധിപത്യപരമായി, അതായത് എന്താ പറയുന്നത്, അമേരിക്ക നിരന്തരം പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളോട് നിരന്തരം പറയും. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യമാണ്, അതുപോലെ തന്നെ ഞങ്ങൾ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യവും നാക്കെടുത്താൽ 40 വട്ടം ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും പറയുന്ന ആ രാഷ്ട്രമാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ 1953 അട്ടിമറിച്ചുകൊണ്ട് ഒരു രാജാവിന്, ഏകാധിപതിയായ റസാ പൗലവി എന്ന് പറയുന്ന രാജാവിന് അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. ആ രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ഫലമായിട്ടല്ലേ 1979 ഇസ്ലാമിക ശക്തികൾ വിപ്ലവം നടത്തി ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായത്? ആ ഇസ്ലാമിക് റവല്യൂഷന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോ അവരുടെ ആണവ ബോംബിനെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്? എന്ന് പറഞ്ഞാൽ 1953 അമേരിക്ക നടത്തിയ അട്ടിമറിയിലൂടെ ആ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പുരോഗതിയും എല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ആരാണ്? അമേരിക്കയാണ്. 1953. 1959 അമേരിക്കയുടെ മൂക്കിന് താഴെ ക്യൂബ വിപ്ലവം നടത്തി. ഏതെല്ലാം തരത്തിൽ ഈ ക്യൂബ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അട്ടിമറിക്കാനും ക്യൂബയുടെ ഭരണാധികാരിയായിട്ടുള്ള ഫിഡൽ കാസ്ട്രോയെ വധിക്കാനും ശ്രമിച്ചു അമേരിക്ക. 638 തരത്തിൽ ഫിഡൽ കാസ്ട്രോയെ വധിക്കാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് തന്നെ ഈ ബ്രിട്ടനിലെ ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചു. 638 തവണ അദ്ദേഹത്തെ, 638 തരത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ അമേരിക്കയുടെ CIA ശ്രമിച്ചു. എന്നാലോചിച്ച് നോക്കൂ. ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്ന ഒരു രാജ്യമാണ് നിരന്തരമായി 1959. 1960 കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന് ശേഷം പാട്രിസ് ലുമുംബ എന്ന് പറയുന്ന നേതാവ് അധികാരത്തിൽ വന്നു കോങ്കോയിൽ. പാട്രിസ് ലുമുംബ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അങ്ങനെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള പാട്രിസ് ലുമുംബയെ അവിടെ ഭരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്രിസ് ലുമുംബ എന്ന് പറയുന്ന ഭരണാധികാരിയെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1960 CIA പാട്രിസ് ലുമുംബയുടെ ഭരണത്തെ അട്ടിമറിച്ചു. പാട്രിസ് ലുമുംബയുടെ ഭരണത്തെ CIA ആണ് അട്ടിമറിച്ചതെന്ന് അമേരിക്ക തന്നെ പുറപ്പെടുവിച്ച ഡീക്ലാസിഫൈ ചെയ്ത റിപ്പോർട്ടുകളിലുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു അമേരിക്കൻ ജേണൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു നായയാണ്, ആ നായയെ കൊല്ലണം എന്നാ പറഞ്ഞത് പാട്രിസ് ലുമുംബ. 1966 ഘാന എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്വാമി എൻക്രൂമ എന്ന് പറയുന്ന നേതാവ്. ക്വാമി എൻക്രൂമ എന്ന് പറയുന്ന നേതാവ് അതുപോലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നയാളാണ്. എന്ത് സംഭവിച്ചു? ഇതുപോലെ തന്നെ ഈ ക്വാമി എൻക്രൂമയും ഇടതുപക്ഷ ചിന്താധികാരാണ്. നിങ്ങൾക്കറിയാം, ഈ മംദാനി എന്ന് പറയുന്ന ഒരു നേതാവ് ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് ഈ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മംദാനി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ എൻക്രൂമ എന്നുണ്ട്. എൻക്രൂമ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് എൻക്രൂമയുടെ വളരെ വലിയ ആരാധകനായിരുന്നു. അതുകൊണ്ടാണ് എൻക്രൂമ മംദാനി എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ എൻക്രൂമ എന്ന് പറയുന്ന ആളെ അട്ടിമറിക്കുക മാത്രമല്ല, അവിടുത്തെ അമേരിക്കയുടെ പാവകളായിട്ടുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എൻക്രൂമയെ തല്ലി ചതച്ചു കൊന്നു അമേരിക്കയുടെ സഹായത്തോടു കൂടി. 1966. 1973 ചിലിയിൽ അലൻഡയുടെ ഭരണകൂടത്തെ, ഇടതുപക്ഷ ഭരണകൂടത്തെ അട്ടിമറിച്ചതാരാ? CIA തന്നെ സമ്മതിക്കുന്നതാണ്. CIA തന്നെ സമ്മതിക്കുന്നതാണ്, ഞങ്ങളാണ് അട്ടിമറിച്ചത് 1973. 1955 മുതൽ 1975 വരെ വിയറ്റ്നാമിൽ ഈ ജനങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? അമേരിക്കയാണ്. എന്ന് മാത്രമല്ല, രസകരമായ വേറൊരു കാര്യം, 1971 പുറത്തു വന്ന ഈ പെന്റഗൺ ലീക്സ് എന്ന് പറയുന്ന എന്താണ് വാർത്തകൾ പുറത്തു വന്നു. അമേരിക്കൻ ജനറൽമാർ അമേരിക്കൻ ഭരണകൂടത്തിന് അയച്ചു കൊടുത്ത റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ട് 1960 മുതൽ അവർ അയക്കുന്ന റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകളിൽ അവർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ യുദ്ധത്തിൽ തോക്കും, യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടും, വിയറ്റ്നാമിനെതിരെ പിടിച്ചു നിൽക്കാൻ നമുക്കാവില്ല, അതുകൊണ്ട് നാം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനറൽമാർ, വിയറ്റ്നാമിൽ നിന്നുമായി ജനറൽമാർ നിരന്തരമായി വിയറ്റ്നാമിൽ നിന്നും ജനറൽമാർ നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് അയച്ച റിപ്പോർട്ടുകളാണ് 1971 പെന്റഗൺ ലീക്സ് എന്ന പേരിൽ പുറത്തു വന്നത്. എന്നിട്ടും ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും അമേരിക്കൻ ഭരണകൂടം പാവപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാരെ വിയറ്റ്നാമിലേക്ക് അയക്കുകയും വിയറ്റ്നാംകാർ അവരെ കൊല്ലുകയും 60,000 അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു. അതേസമയം 30 ലക്ഷത്തോളം വിയറ്റ്നാംകാരും മരിച്ചു.
യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നറിഞ്ഞിട്ടും ഏതെല്ലാം തരത്തിൽ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാമോ, കമ്മ്യൂണിസത്തെ തകർക്കാമോ, അതിനെല്ലാം വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് 1955 മുതൽ 75 വരെ വിയറ്റ്നാമിൽ യുദ്ധം നടത്തിയത്. 1975, 1979 ഇപ്പം നമ്മൾ പറയുമല്ലോ, അമേരിക്കയാണ് ഏറ്റവും അധികം ശക്തമായിട്ട് ഈ ഇസ്ലാമിക ജിഹാദി ജിഹാദികളെ ഇല്ലാതാക്കുന്നത്, ഇസ്ലാമിക ഭീകരന്മാരെ ഇല്ലാതാക്കുന്നതെന്നൊക്കെ വീമ്പിളക്കുന്ന അമേരിക്ക. ആരാ ഇവരെ സൃഷ്ടിച്ചത്? അമേരിക്കയല്ലേ ഇവരെ സൃഷ്ടിച്ചത്. 1979 അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ഇടപെടലിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭീകര ഗ്രൂപ്പുകളെ വിളിച്ചു വരുത്തി ആയുധവും സമ്പത്തും പരിശീലനവും നൽകി അഫ്ഗാനിസ്ഥാനിലേക്ക് ജിഹാദികളെ ആദ്യമായി വിട്ടത് അമേരിക്കയാണ്. അതിനുശേഷം അവിടെ കൊഴുത്ത് തടിച്ചു വളർന്ന വിഭാഗങ്ങളാണ് ഇന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ലോകത്തെ ഒട്ടാകെ ഭീകരാന്തരീക്ഷത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇപ്പോൾ പോലും ഈ ജിഹാദി പ്രസ്ഥാനത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക ഇപ്പോൾ പോലും അവരുടെ സഹായത്തോടു കൂടി പല സ്ഥലങ്ങളിലും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് സിറിയ. സിറിയയിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന അൽ ഷര എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഈ താലിബാന്റെ ഭാഗമായിരുന്ന, അൽ ഖൈദയുടെ ഭാഗമായിരുന്ന ഭീകര നേതാവായിരുന്നു. അവർക്ക് $20 ബില്യൺ ഈ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നു അമേരിക്കൻ ഭരണകൂടം. അങ്ങനെ ആ നേരത്തെ ഈ പറഞ്ഞ വില പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഈ സിറിയൻ ഭരണകൂടത്തെ, ബാഷർ അൽ ആസാദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചെലവും കൊടുത്ത് ഈ സംഘടനകളെല്ലാം വളർത്തിയത് അമേരിക്കയാണ് 1979 മുതൽ. അപ്പൊ നമ്മൾ 2ാം ലോക മഹായുദ്ധം മുതൽ ഈ 20ാം നൂറ്റാണ്ട് അവസാനിക്കുന്നത് വരെയുള്ള അട്ടിമറികളുടെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുക, റഷ്യൻ ചേഞ്ച് എന്ന് പറയുന്ന ഭരണകൂട മാറ്റം നടത്തുക, ഇതെല്ലാം ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ ആണയിടുന്ന അമേരിക്ക നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളാണ്. 2002 ഷാവസിനെതിരായി വെനസ്വേലയിൽ ഷാവസിനെതിരായി അട്ടിമറി പ്രവർത്തനം നടത്തി. ഷാവസിനെതിരായ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ജനങ്ങൾ അതിനെ പ്രതിരോധിച്ചു. ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. 2003 കാര്യം ഞാൻ പറഞ്ഞു, സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചു. 2011 ലിബിയ, കേണൽ ഗദ്ദാഫിയുടെ കുഴപ്പം എന്താണ്? കേണൽ ഗദ്ദാഫി നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അമേരിക്കയെ എതിർക്കുന്ന നേതാവാണ് കേണൽ ഗദ്ദാഫി. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേണൽ ഗദ്ദാഫിയെ 2011 അറബ് സ്പ്രിംഗിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിയത്. അറബ് സ്പ്രിംഗിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ബാഷർ അൽ ആസാദിനെതിരെ സിറിയയിൽ നീക്കങ്ങൾ ആരംഭിച്ചത്. അന്നത് വിജയിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 2014 ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ, റഷ്യ ഉക്രൈൻ യുദ്ധം. നമ്മൾ കാണുന്നത് റഷ്യയുടെ സാമ്രാജ്യത്വ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് പുടിൻ ഉക്രൈൻ ആക്രമിച്ചു എന്നുള്ളതാണ് ആഖ്യാനം. ലോകത്ത് പ്രചരിക്കുന്ന ആഖ്യാനം അതാണ്. ചെറിയ അയൽ രാജ്യത്തെ വലിയ ന്യൂക്ലിയർ രാജ്യമായ റഷ്യ ആക്രമിച്ചു എന്നുള്ളതാണ്. എന്താ യഥാർത്ഥം നമുക്കറിയേണ്ടത് അതിന്റെ വേരുകൾ 2010 കിടക്കും. 2010 അധികാരത്തിൽ വന്ന യാനുക്കോവിച്ച് എന്ന് പറയുന്ന ഭരണാധികാരി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാറ്റോയിൽ ചേരാൻ താല്പര്യമില്ല, ഞങ്ങൾ റഷ്യയുടെ കൂടെ ചേരുന്നില്ല, ഞങ്ങൾക്ക് ന്യൂട്രൽ പൊസിഷൻ മതി. 2010 യാനുക്കോവിച്ച് എന്ന് പറയുന്ന യുക്രൈന്റെ പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ യാനുക്കോവിച്ച് ആ നിലപാടെടുത്തപ്പോൾ ഈ കിഴക്കൻ റഷ്യയുടെ അതിർത്തിയിലേക്ക് നാറ്റോയെ വ്യാപിപ്പിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അമേരിക്കക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ വർണ്ണവിപ്ലവം, കളർ റെവല്യൂഷൻസ് എന്ന് പറയുന്ന വിപ്ലവം അവർ നടത്തി. അതിന്റെ ഭാഗമായിട്ട് യൂറോ മൈതാൻ എന്ന് പറയുന്ന വിപ്ലവം യുക്രൈനിൽ അമേരിക്കയുടെ നേരിട്ടുള്ള നേതൃത്വം നടത്തി. നേരിട്ടുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ വിക്ടോറിയ നുലാൻഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി, ആയിട്ടുള്ള വിക്ടോറിയ നുലാൻഡ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് വന്നുകൊണ്ട് അവിടുത്തെ നവഫാസിസ്റ്റ് വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഈ പ്രതിവിപ്ലവം സംഘടിപ്പിച്ചു ഇദ്ദേഹത്തിനെതിരായിട്ട്, യാനുക്കോവിച്ചിനെതിരായിട്ട്. ആ യാനുക്കോവിച്ചിനെതിരായിട്ടുള്ള യുദ്ധം പല തരത്തിൽ നടത്തിയതിന്റെ ഫലമായിട്ട് അവസാനം യാനുക്കോവിച്ച് അധികാരം വിട്ടൊഴിയേണ്ട സാഹചര്യം വന്നു. ആ വിട്ടൊഴിയുന്ന സാഹചര്യത്തിൽ ഈ വിക്ടോറിയ നുലാൻഡ് നടത്തുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്. അത് റഷ്യ ചോർത്തിയെടുത്തു. എന്താ ഫോൺ സംഭാഷണം? അവർ പറയാണ്, ഈ യാനുക്കോവിച്ച് അധികാരം വിട്ടൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളാണ് അധികാരത്തിൽ വരേണ്ടത്.
ഗാറ്റ് ഈറ്റ്സ് എ ഗൈ. അതിനുശേഷം അധികാരത്തിൽ വന്ന ആളിന്റെ ചെറുപേര് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹമാണ് പ്രധാനമന്ത്രിയാവേണ്ടത്, ഇന്ന ആളുകളാണ് മന്ത്രിയാവേണ്ടത് എന്ന് വളരെ വ്യക്തമായി വിക്ടോറിയ നുലാൻഡ് എന്ന് പറയുന്ന ആ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ലേഡി പറയുന്നത് ലോകം ശ്രദ്ധിച്ചതാണ്. ഇന്ന് അവർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ജെഫ്രി സാക്സ് എന്ന് പറയുന്ന അന്തർദേശീയ കാര്യങ്ങളിൽ വളരെ ശക്തമായ അഭിപ്രായം പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ സഹപ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുകയാണ് വിക്ടോറിയ നുലാൻഡ്. അങ്ങനെ അതായത് ഈ റഷ്യയുടെ ഭാഗത്തേക്ക് ഈ നാറ്റോയെ വ്യാപിപ്പിക്കുക എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള യുദ്ധമാണിത്. നമുക്കറിയാം 1991 റഷ്യ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ തകർന്ന സന്ദർഭത്തിൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജെയിംസ് ബേക്കർ അവിടെ വന്നിരുന്നു. ജെയിംസ് ബേക്കറും അന്ന് ഗോർബച്ചേവുമായി നടന്ന ചർച്ചയിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മനിയുടെ യൂണിറ്റിയാണ്. ജർമ്മനി ഒന്നാവണം. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു അജണ്ട ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ നാറ്റോ എന്ന് പറയുന്ന സഖ്യകക്ഷികളുടെ സാന്നിധ്യം ഒരു ഇഞ്ച് പോലും നിലനിൽക്കുന്ന സ്ഥലത്തുനിന്ന് വളർത്തുകയില്ല, ഒരു ഇഞ്ച് പോലും വളർത്തുകയില്ല. അങ്ങനെ നടന്ന ചർച്ചയുടെ റിപ്പോർട്ട് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ്സിൽ ഇപ്പോഴുണ്ട്. ഒരു ഇഞ്ച് പോലും നാറ്റോയെ ഈ റഷ്യയുടെ ഭാഗത്തേക്ക് കടത്തുകയില്ല എന്ന് പറഞ്ഞ ജെയിംസ് ബേക്കർ പറഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് ജർമ്മനിയുടെ ചാൻസലറായിരുന്ന ഹെർമൽ കോൾ പറഞ്ഞു. ഫ്രാൻസിന്റെ പ്രസിഡന്റായിരുന്ന ഫ്രാൻസ്വാ മിത്രാങ് പറഞ്ഞു. ഈ 3 പേരും 3 സന്ദർഭങ്ങളിൽ നാറ്റോയുടെ വ്യാപനം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കവേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാൻഡ് ഏരിയ പോളിസി, അമേരിക്ക അംഗീകരിച്ച ഗ്രാൻഡ് ഏരിയ പോളിസി നടപ്പിലാകണമെങ്കിൽ, ലോകത്തിന്റെ മേധാവിത്വം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ റഷ്യയെ പിടിച്ചടക്കണം. റഷ്യയെ പിടിച്ചടക്കിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ചൈനയെ കീഴടക്കാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യത്തെ ലക്ഷ്യം റഷ്യ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1994 ബിൽ ക്ലിന്റൺ നാറ്റോയുടെ വ്യാപനം അംഗീകരിച്ചുകൊണ്ട് നാറ്റോയുടെ വ്യാപനം തുടങ്ങാൻ തീരുമാനിച്ചു. നാറ്റോയുടെ വ്യാപനം തുടങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് 1996 അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന സ്പിഗ്നി ബ്രസസിൻസ്കി ഒരു പുസ്തകം എഴുതി, ദ ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകം. ദ ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകം അമേരിക്കയുടെ ഈ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള നാറ്റോ വ്യാപനത്തിന്റെ ആവശ്യകതയെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും അതിന് ബലം പകരുന്നതുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കിഴക്കൻ യൂറോപ്പിലേക്ക് റഷ്യയുടെ അതിരിലേക്ക് നാറ്റോ വളർന്നാൽ മാത്രമേ നമുക്ക് റഷ്യയെ ചുറ്റുവളയുകയും റഷ്യയെ കീഴടക്കുകയും ചെയ്തുകൊണ്ട് ചൈനയെ എതിർക്കാൻ കഴിയൂ. നമ്മുടെ സ്വപ്നം, നമ്മുടെ ഗ്രാൻഡ് ഏരിയ ബ്ലൂ പ്രിന്റ് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ക്രമേണയായി പല ഘട്ടങ്ങളിലായി ഈ നാറ്റോയുടെ വ്യാപനം ആരംഭിച്ചത്. 2007 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസ്. ആ സെക്യൂരിറ്റി കോൺഫറൻസിൽ പുടിൻ വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങൾ തീ കൊണ്ട് തലചൊറിയുകയാണ്, നിങ്ങൾ റഷ്യക്ക് നൽകിയ വാഗ്ദാനങ്ങളെ മറക്കുകയാണ്, ഒരു കാരണവശാലും റഷ്യയുടെ ഭാഗത്തേക്ക് നാറ്റോയെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായി റഷ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ നാറ്റോയിൽ അംഗമാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അംഗമാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ സുരക്ഷയെ അത് ബാധിക്കും. ഞങ്ങളുടെ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള ഉക്രൈനിലും ജോർജിയയിലും ലാത്വിയയിലും ലിത്വേനിയയിലും ഒക്കെ ആണവ ബോംബുകൾ വന്നാൽ അത് ഞങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി പറഞ്ഞു. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ നാറ്റോയെ ഈ റഷ്യയുടെ അതിർത്തികളിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ വളരെ ബോധപൂർവമായ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളിലൂടെ, അമേരിക്കയുടെ ഇടപെടലുകളിലൂടെ നടത്തിയ പ്രതിവിപ്ലവങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് വാസ്തവത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതൊന്നാണെങ്കിൽ ഈ റഷ്യ ഇറാൻ ഇസ്രായേൽ യുദ്ധമോ ഇത് തന്നെയാണ് അവിടെയും കാണുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്നതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി, അമേരിക്ക രൂപീകരിച്ച ന്യൂ മിഡിൽ ഈസ്റ്റ് പദ്ധതി. ആ ന്യൂ മിഡിൽ ഈസ്റ്റ് പദ്ധതി എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ മുഴുവൻ നമ്മുടെ കീഴിൽ കൊണ്ടുവരണം, അമേരിക്കയിലെ ഭരണകൂടങ്ങളെ മുഴുവൻ നമ്മുടെ കീഴിൽ കൊണ്ടുവരണം,
അമേരിക്കൻ ഭരണകൂടങ്ങളെ കൊണ്ട് നമ്മുടെ ആയുധങ്ങൾ വാങ്ങിപ്പിക്കണം. ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയിലെ ഏതെങ്കിലും ഭരണകൂടം നമുക്കെതിരായി നിന്നാൽ ആ ഭരണകൂടങ്ങളെ ഇല്ലാതാക്കുകയും അവയെല്ലാം നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി. ആ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് പദ്ധതിയുടെ ഉപവിഭാഗമാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്? ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിനെ പരമാവധി വികസിപ്പിക്കുക, അത് ഗോലാൻ ഹൈറ്റ്സ് പിടിച്ചടക്കുക, ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുക, പിന്നെ വെസ്റ്റേൺ പ്രദേശം പടിഞ്ഞാറൻ കര പൂർണ്ണമായും പിടിച്ചടക്കുക, അങ്ങനെ ഇറാഖിൻ്റെയും സിറിയയുടെയും ലെബനോന്റെയും ഈജിപ്തിൻ്റെ വരെ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് വലിയൊരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നൽകുന്നതാരാണ്? അമേരിക്കയാണ്. അമേരിക്കയുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക പിന്തുണയില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കഴിയില്ല എന്ന് നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറാൻ ഇസ്രായേൽ യുദ്ധം അമേരിക്കയുടെ സൃഷ്ടിയാണ്. 1953 അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് സൃഷ്ടിയാണ്. എങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വ സൃഷ്ടിയായി മാറുന്നത്? അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പലസ്തീന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. പലസ്തീന് മുകളിൽ അടിച്ചേൽപ്പിക്കുക മാത്രമല്ല, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല ഉപകരണമാണ്, പ്രോക്സി ഉപകരണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ആയുധവും സമ്പത്തും സാമ്പത്തിക സൗകര്യവും രാഷ്ട്രീയ സൗകര്യവും നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ ആ മുഖം, അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അമേരിക്കയാണ്. ഞാൻ വളരെ ചുരുക്കത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇപ്പോൾ ചുങ്കയുദ്ധം നടക്കുകയാണ്, വ്യാപാര യുദ്ധം നടക്കുകയാണ് ലോകത്തൊട്ടാകെ. ആ വ്യാപാര യുദ്ധം വാസ്തവത്തിൽ കേവലമായ വ്യാപാര യുദ്ധമല്ല, അതിൻ്റെ പിന്നിലും സാമ്രാജ്യത്വ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. എന്താണ് സാമ്രാജ്യ താല്പര്യം? നമുക്കറിയാം, ചുങ്കയുദ്ധം തുടങ്ങി എന്ത് പറഞ്ഞുകൊണ്ടാ ട്രംപ് പറഞ്ഞു, ഞങ്ങളുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ചുങ്കം ചുമത്തുകയും അവർ ചുങ്കമില്ലാതെ ഞങ്ങളുടെ രാജ്യത്തേക്ക് വ്യാപാരം നടത്തുകയും ചെയ്യണം. അതുകൊണ്ട് അത് പറ്റത്തില്ല. അവരെത്രത്തോളം ചുങ്കം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ചുമത്തുന്നുവോ അത്രത്തോളം ചുങ്കം ഞങ്ങൾ അവരുടെ മുകളിലും ചുമത്തും എന്ന് പറയുന്നതാണ് ഈ റിട്ടാലിയേറ്ററി താരിഫ്, തിരിച്ചടി ചുങ്കം എന്ന് പറയുന്ന ചുങ്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുങ്കം ഏർപ്പെടുത്തിയാൽ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാം. ശരിയാണ്, അമേരിക്കയിലേക്ക് ഒരു രാജ്യം കയറ്റുമതി ചെയ്യുമ്പോൾ ആ ചുങ്കത്തിന് പിന്നെ തിരിച്ച് ചുങ്കം ചുമത്തുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ലോജിക്ക് അതാണെങ്കിൽ അംഗീകരിക്കാം. അതാണോ വാസ്തവത്തിൽ ലക്ഷ്യം? അതല്ല വാസ്തവത്തിൽ ലക്ഷ്യമെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എപ്പോൾ മനസ്സിലാക്കുന്നു? അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയ 25% ചുങ്കത്തിന് പുറമെ ഒരു 25% കൂടി അധിക ചുങ്കം ഞങ്ങൾ ഏർപ്പെടുത്തും. എന്താ കാര്യം? അതിൻ്റെ കാര്യം, നിങ്ങൾ റഷ്യയിൽ നിന്നും ആയുധം വാങ്ങുന്നു, നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു, നിങ്ങൾ ബ്രിക്സിനകത്ത് അംഗമാണ്, ആ ബ്രിക്സ് ആന്റി അമേരിക്കനാണ്. നോക്കൂ, വ്യാപാരമായിട്ടിന് ബന്ധമില്ലല്ലോ, അമേരിക്കയുടെ വ്യാപാരവുമായിട്ടിന് ബന്ധമില്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. കാരണം എന്താണ്? ബ്രിക്സ് ശക്തിപ്പെട്ടാൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സാമ്പത്തിക ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി ബ്രിക്സ് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരുടെ മേധാവിത്വം തകരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ പാടില്ല. ആരാ പറയുന്നത്? റഷ്യയിൽ നിന്ന് ഫെർട്ടിലൈസറും ന്യൂക്ലിയറും വാങ്ങുന്ന അതേ അമേരിക്ക പറയാണ്, നിങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന്, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ബ്രിക്സിൽ അംഗമാൻ പാടില്ല. അതൊരു സാമ്രാജ്യത്വ താല്പര്യമാണ്. സാമ്രാജ്യത്വ താല്പര്യം അവിടെയും കൊണ്ട് നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് 2 കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു രാജ്യത്തിന്, ഒരു രാജ്യം കാനഡ എന്ന് പറയുന്ന രാജ്യം നിങ്ങളുടെ രാജ്യത്തേക്ക് സൗജന്യമായി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അമേരിക്കയിൽ നിന്ന് വരുന്ന രാജ്യങ്ങൾക്ക് നിങ്ങൾ ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ തിരിച്ച് നിങ്ങൾ ചുങ്കം ഏർപ്പെടുത്തിക്കും. കാനഡയ്ക്കെതിരെ ഇപ്പോൾ 50% ചുങ്കം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. എന്താ കാര്യം? കാനഡ ചെയ്ത കുറ്റം പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞതാണ്. പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു വ്യാപാരവുമായിട്ട് എന്താ ബന്ധം? വ്യാപാരമായിട്ട് ബന്ധമില്ല. അമേരിക്കയുടെ സാമ്രാജ്യ താല്പര്യം അതെന്ന് പറഞ്ഞാൽ അമേരിക്ക പിന്നെ തീറ്റി വളർത്തുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ അംഗീകരിച്ചാൽ നിങ്ങൾക്കെതിരെ ചുങ്കം ഏർപ്പെടുത്തും. വേറൊരു കാര്യം കൂടിയുണ്ട്, അത് സാമ്രാജ്യത്വ താല്പര്യമാണ് ഈ ചുങ്കത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ അത്?
ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഈ ട്രംപിന്റെ ജൂനിയർ ട്രംപ ബൊൾസനാരോ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ്, ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അഴിമതി നടത്താൻ ശ്രമിച്ചതിനെതിരെ ബൊൾസനാരോയ്ക്കെതിരെ ബ്രസീലിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൊൾസനാരോയ്ക്കെതിരെ നിങ്ങൾ കേസ് നടത്തുന്നു എന്ന് പറഞ്ഞ പേരിൽ ബ്രസീലിനെതിരെ 50% ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വ്യാപാരവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വ്യാപാരമായിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യാപാരം എന്നുള്ളതിൻ്റെ പേരിൽ മറഞ്ഞിരിക്കുന്നതും അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. യുദ്ധത്തിൻ്റെ പേരിൽ മറഞ്ഞിരിക്കുന്നതും അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന 1939 മുതൽ 45 വരെ സമയമെടുത്ത് രൂപീകരിച്ച അമേരിക്കയുടെ ഈ ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലൂടെയും IMF-ലൂടെയും ലോകബാങ്കിലൂടെയും WTO-യിലൂടെയും നാറ്റോയിലൂടെയും അതോടൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളിലൂടെയും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി നമുക്ക് പോരാടാൻ കഴിയൂ. യുദ്ധത്തിനെതിരായല്ല നമ്മൾ പോരാടേണ്ടത്, യുദ്ധത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ മാരീച വേഷം കെട്ടിയ മാനിനെയാണ് നമ്മൾ ആക്രമിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്. ആ പ്രതിരോധത്തിന് ആരാണ് സാമ്രാജ്യത്വ ശക്തി എന്ന് ലെനിൻ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കണം. സമ്പത്ത് കുന്നുകൂട്ടി ആ സമ്പത്ത് ക്യാപിറ്റലിസം വളർന്ന് സാമ്രാജ്യത്വമായി മാറിക്കഴിഞ്ഞാൽ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തേണ്ടത് അവരുടെ ആവശ്യമാണ് എന്ന രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയുകയും ആ രാഷ്ട്രീയത്തിന്റെ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ കാണുന്ന ആക്രമണങ്ങളാണെന്ന് ലോകത്തൊട്ടാകെ കാണുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമാണ് വാസ്തവത്തിൽ യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടം. അതുകൊണ്ട് സാമ്രാജ്യത്വം പറഞ്ഞുവിടുന്ന അല്ലെങ്കിൽ സാമ്രാജ്യത്വം സൃഷ്ടിക്കുന്ന കപട ദേശീയതയും കപട ദേശഭക്തിക്കുമെതിരായി യുദ്ധം എന്ന് പറയുന്ന ആശയത്തിനെതിരായി വളരെ ശക്തമായി ഇത് ആരുടെ സൃഷ്ടിയാണ് യുദ്ധം എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെതിരായിട്ട് പ്രതിരോധിക്കാൻ കഴിയൂ. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നാം അപകോളനീകരിക്കണം. ആ മറ്റുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന അവയെ കഴുകിക്കളഞ്ഞുകൊണ്ട് വളരെ വിപ്ലവാത്മകമായ പുരോഗമനപരമായ ശരിയായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് യുദ്ധത്തിനെതിരായ പോരാട്ടം നടത്താൻ കഴിയൂ. അങ്ങനെ യുദ്ധത്തിനെതിരായ പോരാട്ടം നടക്കണമെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ ജിയോർജിയോ അഗമ്പൻ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിന്തകൾ പറയുന്ന പോലെ കോണ്ടംപററിനസ്, സമകാലിക യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുരോഗമനവാദികളും സമാധാനപ്രിയരും സാമ്രാജ്യത്വ വിരുദ്ധരും യുദ്ധവിരുദ്ധരുമായി മാറുന്നത്. അങ്ങനെ ആകാൻ ഈ സമ്മേളനം കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.